ഹായ് എവരിവൺ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിത കഥ. സ്വന്തം അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹം അനുഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പൊന്നുപ്രേക്ഷകരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിത കഥ കേട്ടിട്ട് എനിക്ക് പേഴ്സണലി സങ്കടമാണ് തോന്നിയത്. ആരാണോ രാഹുലിനെ ചതിച്ചത് അവരോട് ഒരു കാര്യം പറയുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ അനുഭവിച്ചിട്ടേ ഈ ദുനിയാവിൽ നിന്ന് ഇറങ്ങിപ്പോവും, അല്ലാതെ പെട്ടെന്നൊന്നും നിങ്ങൾ മരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചതിച്ചതിൻ്റെ പേരിൽ എണ്ണി ദൈവം ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് തരും. അതിന് നിങ്ങൾ നേരിടാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുകയാണ്. പൊന്നുപ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. എന്നെ തുരുതുര അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്, എന്നെ അൺഫോളോ ചെയ്യുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശരി ഞാൻ വിളിച്ച് പറയുന്നത് കൊണ്ട്. ഇനിയും നിങ്ങൾ ആരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഞാൻ രാഹുലിൻ്റെ, അതായത് സത്യത്തിനൊപ്പം നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമാണ് ശരി. അങ്ങനെ തന്നെ പറയുകയാണ്. 3 ദിവസത്തെ ദുനിയാവാണ്. ഓക്കെ, സത്യം പറഞ്ഞുകൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് മരിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന ശരി ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. പൊന്നുപ്രേക്ഷകരെ, നമുക്ക് എന്തായാലും ആ ഒരു ജീവിത കഥ ഒന്നായിട്ട് കേൾക്കാം. ഓക്കെ, എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അമ്മയുടെ ഒരു സ്ട്രോങ് ലേഡി ഇമേജിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ലൈഫ് ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അതേ സമയത്ത് തന്നെ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. നാട്ടിൽ നന്നായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന, നാട്ടിൽ സംഘടന ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിലെത്തിയത്? അതായത് അയാളുടെ അച്ഛനും കോൺഗ്രസ് ആയിരുന്നു, ആ പാത മകനും തുടർന്നു എന്നാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അപ്പോൾ അച്ഛൻ സ്ഥിരമായി കതറിടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ എത്തുന്നതിന് മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞാനാണെങ്കിൽ അച്ഛൻ്റെ ഈ അലമാരയിൽ നിന്ന് ഈ ഒരു പഴയ ഖദറിൻ്റെ ഷർട്ട്, ആ ഷർട്ടും ആ മുണ്ടും ഒക്കെ എടുത്ത് ഇട്ട് നോക്കി. അപ്പോൾ അച്ഛൻ നന്നായി മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസൊക്കെയാണ്, അത്യാവശ്യം ലൂസാണ് ആ പ്രായത്തിൽ. അപ്പോൾ എനിക്കതിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക ഒരു സുരക്ഷിതത്വം, അതനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പൊന്നുപ്രേക്ഷകരെ, തൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ്റെ ഉടുപ്പുകൾ അമ്മ അലമാരയിൽ വെച്ചിരുന്നു. അതിനെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഇട്ടിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അച്ഛനോട് ഒരു മകനുള്ള സ്നേഹം തുരുതുര രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. നമുക്ക് പലപ്പോഴും ഇപ്പം അമ്മ ഞങ്ങളെ നന്നായി നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യമായി വാങ്ങിത്തരുന്നതും ഒക്കെ അമ്മ തന്നെയാണ്. നമ്മുടെ ഈ പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പം നമുക്ക് അച്ഛനുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളോ അനുഭവങ്ങളോ എനിക്കില്ല. അപ്പോൾ ഈ പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും മറ്റു കുട്ടികളൊക്കെ ഈ അച്ഛനെ കൊണ്ടാണ് സ്കൂളിൽ വരിക. അപ്പം അപ്പം അമ്മ എംപ്ലോയി ആണ്. അപ്പം അമ്മ പലപ്പോഴും ആ ദിവസം അമ്മയ്ക്കും വരാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസം ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. ഇത് സത്യമാണ്, അനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതായത് അമ്മ ഇല്ലാത്തവർ, അച്ഛനില്ലാത്തവർ, ഇവർക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമ്പിളായിരുന്നു, നമ്മുടെ അമ്മ ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളുടെയും അമ്മ വരുന്നു, അച്ഛന്മാർ വരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അമ്മയില്ല, അച്ഛനില്ല. അപ്പോൾ ഓരോ മകനും അനുഭവിക്കുന്ന ഒരു ത്യാഗം നിങ്ങൾ ആലോചിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പലരുടെ അച്ഛനെ കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കരഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദിവസമല്ല, പലപ്പോഴും നമുക്ക് ആ വിഷമം ഉണ്ടാകും. പക്ഷേ ആ ദിവസം പ്രത്യേകമായിട്ട് ചെറു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആ കതർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന പോലെ പല പല മോഹങ്ങൾ, നമ്മൾ ഭാവി അല്ലെങ്കിൽ ഇന്നതൊക്കെ ആകണമെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് മനസ്സിൽ തറച്ച ഒരു മോഹം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനാകുക. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനോട് അത്രയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ കോൺഗ്രസ്സുകാരാ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണമായിരുന്നു. നിങ്ങൾ നിൽക്കും, എനിക്കറിയാം. 2026 എലക്ഷൻ കഴിയുന്നത് വരെ പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊന്ന് ഒഴിവാക്കി എങ്ങനെയെങ്കിലും എലക്ഷൻ ജയിക്കണം. എലക്ഷൻ ജയിച്ചതിന് ശേഷം നിങ്ങൾ 2 കൈ നീട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയും കോൺഗ്രസ്സുകാരായി. എന്നാലും പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിനൊരു ആപത്ത് സംഭവിക്കുമ്പോൾ ഒന്ന് കൂടെ നിൽക്കണമായിരുന്നു എന്ന് ഓരോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിച്ച് പോകുന്നതാണ് കോൺഗ്രസ്സുകാരാ. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. ആ കതർ അന്ന് വെറുതെ ഒരു രസത്തിലിട്ട് നോക്കിയ കതർ മനസ്സിൽ, ഇപ്പം ഞാൻ കതർ അങ്ങനെ ധരിക്കാറില്ല എങ്കിലും മനസ്സിൽ ആ കതർ ഇപ്പോഴും ധരിക്കുന്നുണ്ട്. അത് തന്നെ, ആ ഒരു വൈകാരികത തന്നെയാണ് എന്നെ കോൺഗ്രസ്സുകാരനാക്കുന്നത്. പിന്നീട് വായിച്ചും അറിഞ്ഞുമൊക്കെ നമുക്ക് ഈ പ്രസ്ഥാനത്തോട് തോന്നുന്നൊരു വല്ലാത്ത പ്രണയമുണ്ടല്ലോ.
ഒരു 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 ഫാദർലി അഫെക്ഷൻ ഈ പ്രസ്ഥാനത്തോടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അധികമാകില്ല. നോക്കൂ പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിച്ച് നേടിയതാണ് രാഷ്ട്രീയം. പക്ഷേ ചിലർ ചതിച്ചുകൊണ്ട് ആ ജീവിതം ഇല്ലാതാക്കുകയാണ്. ദൈവമെന്ന് പറയുന്ന മഹാശക്തി ഉണ്ടെങ്കിൽ, എൻ്റെ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ തന്നെ വീട് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കിയവർക്ക് ദൈവം കൊടുക്കുന്ന ആ ശിക്ഷയെപ്പറ്റി ഞാൻ തന്നെ വീടിടും പൊന്നു പ്രേക്ഷകരെ. സരിത ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ചുകൊണ്ട് സരിത ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ആരെയും ചതിക്കല്ലേ, പെണ്ണ് കേസിൽ ചതിക്കല്ലേ. നിങ്ങൾ വേറെ എന്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ചാലും ഞങ്ങൾ മിണ്ടില്ലായിരുന്നു. പെണ്ണ് കേസിൽ ചതിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇല്ലാതായി, അദ്ദേഹത്തിൻ്റെ ജീവിതമില്ലാതായി, അദ്ദേഹത്തിൻ്റെ കരിയർ ഇല്ലാതായി. നിങ്ങളോട് ഇതിനെ ദൈവം ചോദിക്കുമെന്ന് പറയുകയാണ് ഞാൻ. ഓക്കെ, ബാക്കി കൂടി കേട്ടുനോക്കാം. ഇന്നത്തെ കാലത്ത് ഒരു കാർ എടുക്കുക എന്ന് പറയുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല. എൻ്റെ അമ്മ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ലോൺ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനായിട്ടുള്ളത്, ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ലോൺ കൊടുക്കാൻ മത്സരിക്കുകയാണ്. ഈ ചങ്ങാതിമാർക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അവരെ പറ്റി തന്നെ ഒന്ന് വിലയിരുത്തണം. കാരണം ആളുകൾക്ക് അങ്ങോട്ട് വിളിച്ച് ലോൺ, നിങ്ങൾക്ക് ലോൺ വേണോ കാർ എടുക്കുമെന്ന് ചോദിക്കുന്ന കാലത്ത് ഇവർക്ക് ലോൺ കിട്ടുന്നില്ലെന്ന് ഇവർ പരിതപിച്ചാൽ ഇവരെ പറ്റി തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം. അപ്പോൾ ആ കാർ എടുക്കുമ്പോൾ, അതിന് ലോൺ കിട്ടുമ്പം അതിൻ്റെ ഗ്യാരണ്ടിയർ കോളത്തിൽ ഒരു പേരുണ്ട്, ബീന എന്നാണ് ആ പേര്. ആ ആൾക്ക് ഗ്യാരണ്ടിയർ കോളത്തിൽ ഒപ്പിടുന്ന ആൾക്ക് ആ ദിവസം 1,05,000 രൂപ ശമ്പളമുണ്ട്. ആ ബീന എന്ന് പറയുന്ന ആള് എൻ്റെ അമ്മയാണ്, കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ്. അതായത് ചെറുപ്പത്തിലെ തൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് അമ്മ കുടുംബത്തെ ഏറ്റെടുക്കുകയാണ്. അമ്മക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു അമ്മയുടെ നിങ്ങൾ നോക്കണം, 2 മക്കളെ പോറ്റി വളർത്താൻ അച്ഛൻ മരിച്ച സമയത്ത് ഒരു അമ്മ എങ്ങനെ ഒറ്റക്കാണ്, ഒരു സ്ത്രീയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടം വരെ എത്തിച്ചത്. അത് ആ അമ്മക്ക് നമ്മൾ കൈ കൊടുക്കണം. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അതായത് ഒരു മകന് വളർന്ന സമയത്ത്, വലിയൊരു നേതാവായ സമയത്ത് മകനെ ഇങ്ങനെ വലിയൊരു കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ ആ അമ്മ പാവം എങ്ങനെയായിരിക്കും ഇതിനെ സഹിക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അവരതിൻ്റെ നികുതികളെല്ലാം അടയ്ക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസ് ഉള്ള എൻ്റെ സ്വന്തം പേരിലുള്ള 3 സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറേ പേര് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ, അതായത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ CPM മറ്റേ ട്രോളി ബാഗിൽ പൈസ, കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ നോക്കിയത്. അങ്ങനെയൊന്നുമല്ല. അതായത് ഇവന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്ന, ഷാഫി പറമ്പിൽ നടക്കുന്ന ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തമായിട്ടുള്ള 3 മികച്ച ഭീമമായ ബിസിനസ് ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ലൈഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടുവാനായിട്ട് നമുക്കൊരു ഓൺ സോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ കുറപ്ഷനുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് അവരവർ സ്വയം എക്യുപ്ഡ് ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ വേറെ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു സീരിയസ് ചോദ്യമായി, ഒരു സീരിയസ് കൺസേണായി പൊതുസമൂഹം പറയുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ ഒന്ന് ഓർമ്മയായി. രാഹുൽ ചാനൽ ചർച്ചയിൽ പഞ്ഞിക്കൊടുന്ന, അതായത് എതിരാളികളെ വിറപ്പിക്കുന്ന രാഹുലിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആരാണോ പിന്നിൽ കളിച്ചത് അവന് ദൈവം തന്നെ കൊടുക്കട്ടെ. പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചു വരട്ടെ എന്ന് പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, അടുത്തൊന്നും ഉണ്ടാവൂല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കും അറിയും, നിങ്ങൾക്കും അറിയും. പക്ഷേ കോടതി പറയണമെങ്കിൽ വർഷങ്ങളാണ് വേണ്ടത്. ദിലീപിൻ്റെ കേസ് നോക്കൂ, 8 വർഷമല്ലേ ദിലീപ് കാത്തത്. അങ്ങനെ വർഷക്കണക്കിന് കേരളത്തോട് ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എത്രയോ വർഷം വേണം. ആ വർഷത്തിൻ്റെ മാധ്യമങ്ങൾ അരുൺകുമാർ അടങ്ങുന്ന, സുജയ പാർവതി അടങ്ങുന്ന, വൃത്തികേട് മാത്രം വിളിച്ചു പറയുന്ന 2 അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വീരനാണെന്ന് പച്ചക്കളവ് പറയുന്ന അവന്മാർ 8 വർഷം എന്തൊക്കെയോ വാർത്ത കൊടുത്ത് ഓരോ സാധാരണക്കാർക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് വെറുപ്പുണ്ടാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനെന്ന് ഇവന്മാർ പറഞ്ഞു പറ്റിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 8-9 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് കോടതി വിധിക്കുന്നതെങ്കിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതായതിനു ശേഷം വിധിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. വിവാഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളെയും കൂടെ ഉൾക്കൊള്ളുവാൻ, അയാളുടെ ലൈഫിലേക്ക് നമ്മളും കൂടെ പോകാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കലും എടുക്കലും കൂടെ ആണല്ലോ. അപ്പം അതിന് ഇപ്പം മാനസികമായി തയ്യാറല്ല എന്നല്ലാതെ വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം രാഹുൽ ഗാന്ധി എന്താണ് വിവാഹിതരാകാത്തെന്നുള്ള കാരണം എനിക്കറിയില്ല.
അത് പറയാൻ പറ്റുന്നൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലില്ല. എന്നെ അദ്ദേഹത്തിന് അറിയുക തന്നെ ഇല്ല. അപ്പോൾ അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജ് ആകുമ്പം ഒരുവിധം എല്ലാ ദിവസങ്ങളിലും പല പല നാടുകളിൽ പരിപാടികൾ, പൊതുയോഗങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ വല്ലാതെ രാഷ്ട്രീയമാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വരുന്ന 23 അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നീയൊക്കെ കാണും. അതായത് എവിടെ നിന്നാണ് സമയം? ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു MLAക്ക് ഒരു ദിവസം എന്തൊക്കെ തിരക്കുണ്ടാവും. ഈ തിരക്കിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ചു, റൂം എടുത്തു എന്നൊക്കെ പറയുന്നത് എന്തിനാണ് പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് വിശ്വസിക്കുന്നത് ആകെ 5% വരുന്ന പ്രേക്ഷകരാണ്. ബാക്കി എല്ലാവർക്കും അറിയും ഇതൊക്കെ കെട്ടിച്ചമത്തിയതാണ്, വെറുതെ ഉണ്ടാക്കിയ കേസെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ദൈവം തന്നെ ചോദിക്കും, ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ വെച്ച് ഇങ്ങനെ ഇല്ലാതാക്കിയതിന്, ഇല്ലാത്ത കേസ് നിങ്ങൾ കൊടുത്തതിന് ദൈവമെന്ന് പറയുന്ന മഹാശക്തി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരാളെയും കൂടി ഉൾക്കൊള്ളാനുള്ള സ്പേസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആയിട്ടില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അയാളുടെ ലൈഫിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, ആ ഒരു തയ്യാറെടുപ്പില്ലാത്തത്. ഇപ്പം ജയിലിൽ കിടക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു സാക്രിഫൈസ് ആണ്. അപ്പം അത് പലർക്കും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ജയിലിൽ കിടക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു കേസ് ഉണ്ടാകുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു 500 പേരുടെ പ്രകടനം നടക്കുമ്പോൾ അതിനകത്ത് കേസിൽ പ്രതിയായി ജയിലിൽ പോകേണ്ടി വരുന്നത് 10 പേരായിരിക്കും. ജയിലൊരു മനോഹരമായൊരു രാഷ്ട്രീയ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള കാര്യത്തിനകത്തൊരു തർക്കമില്ല. കുറേ കൂടെ കോംറേഡ്ഷിപ്പ് ഉണ്ടാകും. 100% ശരിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാമത് സമയമില്ലെന്ന് വിവാഹം കഴിക്കാനൊക്കെ ഇവറ്റകൾ കെട്ടിച്ചമത്തിയ കേസാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ആ കേസിൽ കോടതിയായിട്ടുള്ള ജഡ്ജി സാറ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനെന്ന് പറയുന്നു, അന്ന് വരെ രാഹുലിന് ഇല്ലാത്ത കേസെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒരു തെളിവുമില്ല, വെറുതെ കുടുക്കിയതാണെന്ന് അങ്ങനെ മാത്രം ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോളേജിലെ ആളുകളാണ് കൂടുതൽ സമരത്തിൽ വന്നത്. കാതോലിക്കറ്റ് കോളേജിലെ അവിടെ 1ാം വർഷം പഠിച്ച ഒരു സ്നേഹിതനുണ്ട്, റോബിൻ. ഇപ്പം വേറെ മേഖലയിലാണ് അവൻ, വേറെ ജോലി മേഖലയൊക്കെ ആയിട്ട് പോയി. അപ്പം ഇവൻ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇവൻ ജയിലിൽ വന്നു കഴിയുമ്പോൾ ഇവനാണ് ഏറ്റവും അധികം നമുക്ക് ധൈര്യമൊക്കെ തരുന്ന ആൾ. അപ്പം നമുക്കൊക്കെ കൺസേൺസ് ഉണ്ട്, വീട്ടുകാരെന്താ പറയുക. അപ്പം ആദ്യമായി ജയിലിൽ പോകണോ, അത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ജയിലിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നാട്ടിൽ ജയിലിൽ പോകുന്നു എന്നല്ലേ അറിയത്തുള്ളൂ, എന്താ ഇത് സംഭവം എന്ന് ആളുകൾക്ക് അറിയാമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ നമ്മളിരിക്കാം. ഇവനാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രചോദനം തരുന്നത്. ഒന്നും പേടിക്കാനില്ല, വീട്ടുകാരൊക്കെ ഇത് ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കും. അപ്പോൾ അവൻ അന്നൊരു ന്യൂ ജനറേഷനാണ്, അപ്പോൾ ചില്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന്. അപ്പം ഇവൻ്റെ അമ്മ ഇവനെ കാണാനായിട്ട് വന്നു. അപ്പം പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ വന്ന് വളരെ കൂളായിട്ട് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നേരെ ഈ ജയിൽ സൂപ്രണ്ട് എല്ലാം കൂടെ നിൽക്കാൻ നേരം ഇവനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞങ്ങളിങ്ങനെ സെല്ലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ കരണക്കുറ്റി നോക്കി അറ്റി ആ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. പൊന്നുപ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിത കഥ. ഇതൊക്കെയാണ് പാവം. അദ്ദേഹത്തെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുന്നു, അദ്ദേഹത്തെ ചതിക്കുന്നു. ദൈവം ഒരു നാൾ ആ സത്യം നമുക്ക് എല്ലാവർക്കും എത്തിച്ചു തരും. ഒരു വീഡിയോ ക്ലിപ്പും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീപ്പൊരി പ്രസംഗമായിട്ടുള്ള ഇംഗ്ലീഷിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീപ്പൊരി പ്രസംഗമുണ്ട്, അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, the strong fighters of secularism, the strong fighters of secular credential of Palakkad, those who were sympathizers of Communist Party, they voted. Last time sympathizers voted for Sri Shafi Parambil. I do agree. Yes. That was not a party decision. It was not a party decision. But this time, I'm coming to my point, but this time, not only sympathizers, but even party members will vote for me, because the scene is very evident. The Communist Party don't want to win this election. They are not fighting to win this election. Rather, they are fighting to defeat Congress. Then who will be the option of CPM? The CPM leadership is opting the BJP candidate. So that is what I said. I can give you half dozen of examples for that. So the common workers, they are highly dissatisfied and disappointed by. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പൊന്നുപ്രേക്ഷകരെ, ഈ കേരളത്തിൽ ആരാണ് മികച്ച 2 നേതാക്കൾ? ഉത്തരം മുട്ടാതെ ഞാനും നിങ്ങളും പറയും, 1 ഷാഫി പറമ്പിലും, 2 രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. ഇവർ 2 പേരും വളർന്നു കഴിഞ്ഞാൽ CPM-നും BJP-ക്കും വലിയൊരു അടിയാവും. കോൺഗ്രസ് 130 വരെ സീറ്റ് നേടും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഷാഫിയെ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാക്കുക. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവർ പദ്ധതിയിട്ടു ഷാഫിയെ എങ്ങനെയെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇവരുടെ പദ്ധതി ഒന്നും വർക്കാവുന്നില്ല. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ പദ്ധതിയിട്ട് തീർക്കുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന് പറയുന്ന മഹാശക്തി ഒരു നാൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു നാൾ സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിരപരാധിത്വം ജനങ്ങൾ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.